അതിനെല്ലാം പുറമെ 1980 സംഘടന വിവിധ പ്രവർത്തനം നടത്തി പുറത്തുപോയ ചിലർ പുതിയ സംഘടന ഉണ്ടാക്കി സമാന്തര പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് 100ാം വാർഷികം എന്ന പേരിൽ നടത്തപ്പെടുന്ന പരിപാടികളുമായി സമസ്ത കേരള ജമിയത്തുൽ പോഷക സംഘടനകൾക്കോ യാതൊരു ബന്ധവുമില്ല. ഏതായാലും സമസ്ത 100ാം വാർഷികത്തിലുള്ള ഒരു പ്രചാരണം എന്ന നിലയിൽ അവർ പരിപാടി ഗുണകരമാണെന്നാണ് അങ്ങനെ ഗുണകരമെന്നല്ലേ പറയേണ്ടത്, അല്ല എന്ന് പറയേണ്ടത്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ പഠിപ്പിച്ചു തന്ന ആ വഴി, സ്വാലിഹീങ്ങളുടെ വഴി, അത് നമുക്ക് തീർച്ചയായും ഇവിടെ മുറുകെ പിടിച്ചേ പറ്റൂ. അതിൽ നമ്മുടെ ഭാവി തലമുറയെ കാത്ത് നിലനിർത്തണം. അതാണ് നമ്മുടെ ലക്ഷ്യം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ആരോടും എതിർക്കാനും ആരെങ്കിലും വാദപ്രതിവാദം നടത്താനും തർക്കവിതർക്കം ഉണ്ടാക്കാനും അതിനുവേണ്ടി ഒരുങ്ങി പുറപ്പെട്ടത് അല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇവിടെ നിങ്ങൾ കേട്ടത് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഒരു സംസാരമാണ്. അത് സമസ്തയുടെ 100ാം വാർഷികത്തെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് സമസ്തയുടെ 100ാം വാർഷിക അടുത്തെത്തി. അത് 2026 അടുത്ത വർഷം ഫെബ്രുവരി 4 മുതൽ 8 വരെയാണ്. അത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, അതാരാണ് അതിന് വേണ്ടി ധാരിക്കുന്ന സ്ഥലം കൊടുത്തത് എന്ന് അറിയാൻ വേണ്ടി, അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ കാണിക്കാം. ബഹുമാനമുള്ളവരെ, ഇദ്ദേഹമാണ് ആ ഒരു വലിയ മഹാൻ, വലിയ ഭാഗ്യവാനാണ് അദ്ദേഹവും നമ്മളും. കാരണം ഇതിന് ഈ സമ്മേളനത്തിന് 100ാം വാർഷിക ആയതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളുടെ ആവശ്യമാണ്. അത് എവിടെയും തിരഞ്ഞു കിട്ടാത്ത അവസ്ഥ വന്നപ്പോൾ കാസർഗോഡ് കുനിയ എന്ന സ്ഥലത്ത് ഈ ഒരു സൗകര്യം അദ്ദേഹത്തിന്, കുനിയ ഇബ്രാഹിം ഹാജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിന് ഒരുപാട് ഏക്കർ സ്ഥലങ്ങൾ, 800ഓളം ഏക്കർ സ്ഥലമെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അത്രയും സ്ഥലമുള്ള ഒരാൾ അതിന് സൗകര്യപ്പെടുത്തി സമസ്തക്ക് ആ ഒരു അത്ര ദിവസത്തിൻ്റെ കാര്യത്തിന് വേണ്ടി തരാമെന്ന് സമ്മതിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം, ആഫിയത്ത്, ബർക്കത്ത്, അതുപോലെ ദീർഘ ആയുസ്സിന് വേണ്ടി നമ്മളെല്ലാവരും, എല്ലാ പണ്ഡിതന്മാരും സാധാരണക്കാരും സമസ്തയിൽപ്പെട്ട എല്ലാവരും, മുസ്ലിമീങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന് ദുആ ചെയ്യണം. കാരണം അത്രയും ഒരു സൗകര്യപ്പെടുത്തി തന്ന അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ അത് ചെയ്യേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. അതുകൊണ്ട് ഇവിടെ സമസ്തയുടെ ഈ 100ാം വാർഷികത്തിന് 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെയാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഈ സമസ്ത, ഇത് നമ്മൾ മദ്രസയിലേക്ക് പോകുന്ന ആ സന്ദർഭത്തിൽ അക്കാലത്ത് സമസ്ത ഒന്നായിരുന്നു. പിന്നെയാണ് സമസ്ത 2ആയി നമുക്കവിടെ അറിയാൻ കഴിഞ്ഞത് കുട്ടിക്കാലത്ത്. അപ്പോൾ ഒന്നായിരിക്കുമ്പോഴും അത് സുന്ദരമായിരുന്നു, നല്ല ഒരു രീതിയായിരുന്നു, ഐക്യമായിരുന്നു. അത് പിളർന്നതിൻ്റെ ശേഷം AP സമസ്ത എന്നോ പുതിയൊരു സമസ്ത ആയതിൻ്റെ ശേഷം അല്പം ബുദ്ധിമുട്ട് ഉണ്ടായെങ്കിലും അതിനെ മറക്കുകയാണെങ്കിൽ അതിൻ്റെ ശേഷം ഒരുപാട് പ്രവർത്തനങ്ങൾ 2 ഭാഗത്തുമുണ്ടായി എന്ന് പറയാനും ഞാൻ ഇതിൽ ഇഷ്ടപ്പെടുന്നു. കാരണം പ്രവർത്തനം കൂടിയതോടുകൂടെ ഒരുപാട് ആൾക്കാർക്ക്, ഒരുപാട് മുസ്ലിമീങ്ങൾക്ക് ഇതിൽ സൗകര്യമുണ്ടാകുന്നു. ഒരുപാട് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, മുസ്ലിമീങ്ങളായ നമ്മുടെ സഹോദരന്മാർക്കും അവർക്കും ഇതിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. കാരണം പ്രവർത്തനമെന്ന് പറഞ്ഞാൽ അത്
കൺസ്ട്രക്ഷൻ മുതൽ എല്ലാം ഉൾപ്പെടുന്നു. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കട്ടടം നിർമ്മിക്കണമെങ്കിൽ വെറും മുസ്ലിമീങ്ങൾക്ക് മാത്രം സാധ്യമുള്ള കാര്യമല്ല. അവർ അതിൽ എല്ലാവരും, എല്ലാ ജാതി മതത്തിൽപ്പെട്ടവരും ഇതിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ടാണ് പ്രവർത്തനം കൂടുമ്പോഴാണ് അത് വലിയ ഒരു കാര്യമുണ്ടാകുന്നത്, എല്ലാവർക്കും സഹായമുണ്ടാകുന്നത്, എല്ലാവർക്കും ജോലി ലഭിക്കുന്നതും എല്ലാവരും ഉഷാറാകുന്നതും. അതുകൊണ്ട് ഈ 100-ാം വാർഷികം എന്ന് പറഞ്ഞാൽ ഈ 100 വർഷമായവർ മാത്രമേ ഈ 100-ാം വാർഷിക കഴിക്കാൻ സാധ്യമുള്ളൂ. അത് നമുക്ക് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നു. അതാണ് ആദ്യം ബഹുമാനപ്പെട്ട ജെഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്. ആരോടും എതിർകൊണ്ടല്ല നമ്മൾ പറയുന്നത്. അപ്പോൾ 100 വർഷമായവർക്കേ 100-ാം വർഷം കഴിക്കാൻ സാധ്യമുള്ളൂ, അതിനെ കൊണ്ടാടാൻ, അതിനെ അലങ്കരിക്കാൻ സാധ്യമാണ്. അതുകൊണ്ട് ബഹുമാനമുള്ളവരെ, ആ സമയത്ത് ഞാൻ പറഞ്ഞ ആ തീയതിയിൽ എല്ലാവരും അവിടെ എത്തേണ്ടതാണ്, എല്ലാവരും എത്തേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് നമ്മളും അവിടെ ഉണ്ടാകും. അതുകൊണ്ട് അവസാനം ഈ സമസ്തയെ പറ്റിയുള്ള ചെറിയൊരു പ്രഭാഷണം നിങ്ങൾക്ക് കേൾക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100-ാം വാർഷികം ആഘോഷിക്കാന്ന് പറയുമ്പോൾ അത് വർഷാവർഷം ആ പേരിൽ രജിസ്റ്റർ ചെയ്ത ഒരു രേഖ പുറത്തുവിടാൻ ഈ പറയുന്ന ആളുകൾക്ക് സാധിക്കുമോ? ഉണ്ടെങ്കിൽ പുറത്തുവിടട്ടെ. എന്തിനാണ് ഈ ജനങ്ങളെ കബളിപ്പിക്കുന്നത്? രജിസ്റ്റർ ഓഫീസിൽ മറ്റൊരു സംഘടന, ജനങ്ങളെ മുമ്പിൽ വേറൊരു സംഘടന. ഇതിന്റെ പേരെന്താണ്? ഇത് മുനാഫിക്കീങ്ങളുടെ ലക്ഷണമല്ലേ? കപട വിശ്വാസികളുടെ അടയാളമല്ലേ? 100-ാം വാർഷികത്തിന്റെ അവകാശി ആര് എന്ന് ചോദിക്കുമ്പോൾ അത് ഒരു വിഷയാവതരണത്തിൽ പറയേണ്ട ഒരു വിഷയമൊന്നുമല്ല. കാരണം ഇവിടെ മുതവാത്തിറായിട്ട് ഏതൊരു കൊച്ചുകുട്ടിക്കും, ഏത് അന്യമതസ്ഥനും, ഏത് നിയമപാലകർക്കും, ഏത് നിയമവിശാരദന്മാർക്കും, രാഷ്ട്രീയക്കാർക്കും, പൊതുജനങ്ങൾക്കും, ബഹുസമൂഹത്തിനും എല്ലാവർക്കും ഒരുപോലെ അറിയാം ഏതാണ് ഇതിന്റെ മറുപടി എന്നുള്ളത്. അതിലൊരു വിഷയാവതരണത്തിന്റെ ആവശ്യമില്ല. അത് കൃത്യമാണ്. അതിവിടെ ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും അവരുടെ മരണം വരെ നിലനിർത്തി പോകുന്ന സമസ്ത, അതിനുശേഷം ചെറുശ്ശേരി ഉസ്താദും പിന്നീട് ആലിക്കുട്ടി ഉസ്താദും മുഖ്യ കാര്യദർശികളായിട്ട് കൈമാറിപ്പോന്ന ഈ സമസ്ത, അത് തന്നെയാണ് അതിൻ്റെ അവകാശികൾ എന്നുള്ളതിൽ ആർക്കാ തർക്കമുള്ളത്? ആർക്കാണ് അതിൻ്റെ സംശയമുള്ളത്? സംശയമില്ലാത്തൊരു വിഷയമാണ്. അതുകൊണ്ട് ആ അവകാശവാദവുമായിട്ടൊന്നും 100-ാം വാർഷികം ആഘോഷിക്കാൻ, പ്രഖ്യാപിക്കാൻ ഇവിടെ സമസ്തയിൽ നിന്ന് പുറത്തുപോയി, അല്ലെങ്കിൽ സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, അങ്ങനെ പൈമലാണ്. ഇത് ലാസിമാണോ മുതഅദ്ദിയാണോ എന്നൊക്കെയാണ് ഇപ്പോൾ അവർ തർക്കിക്കുന്നത്. 89-ൽ ഞങ്ങൾ പുറത്ത് പോകുന്നതാടാ എന്ന് പറയും ചിലർക്ക്. എന്നിട്ട് പറയും അവർ പിന്നീട് 2023-ലോ അല്ലെങ്കിൽ 24-ലോ, 23-ന്റെ ലാസ്റ്റ് ആയിരിക്കും ഈ പുറത്ത് പോകുന്നടാ എന്ന് പറഞ്ഞ ആ ആരെക്കുറിച്ചാണോ പറഞ്ഞത് എങ്കിൽ ആ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് 40ഓളം കൊല്ലം, 4 പതിറ്റാണ്ടോളം കാലം 1957 മുതൽക്ക് 1957 മുതൽക്ക് 1996 വരേക്കും 40 വർഷത്തോളം, അഥവാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ 100 കൊല്ലത്തിൽ അതിന്റെ പകുതിയോളം ഇതിന്റെ സാരഥ്യം വഹിച്ച ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങളുടെ അവിടുത്തെ പവിത്രമായ ഖബറിന്റെ അരികിൽ പോയി ഭവ്യതയോടുകൂടി സിയാറത്ത് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ആർക്കാണ് പഴച്ചു എന്നുള്ളതാണ്.